മായമോളെ, അച്ഛന്റെ നിലവിളിയല്ലേ കേട്ടത് കമലാക്ഷി? എന്റെ ദൈവമേ, ഒന്നും പറയാതെ അങ്ങ് പോയോ? എന്റെ പൊന്നേ അച്ഛാ! അയ്യോ, അച്ഛനത് നിലവിളിച്ചേ? നിലവിളിച്ചൊന്നുമല്ല, ഞാൻ എന്റെ മായമോളെ വിളിച്ചതാ. കേട്ടാ? ഓഹോ, നിലവിളി കേട്ടപ്പോ എല്ലാരും പേടിച്ചു പോയല്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ മായയെ വിളിച്ചതാ. ഓ, ഇങ്ങനെ 4 വിളി വിളിച്ചാൽ മതി, അവള് ബോംബെന്ന് പറഞ്ഞെത്തും. നീ എന്തിനാ കൂടെ പറപ്പ ഇങ്ങനെ കരയണേ? നീ ഇങ്ങനെ കരഞ്ഞാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവള് വരുമ്പോ വരട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നേ? അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മനസ്സ് പൊള്ളിയത് വെറുതെയല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ. ഏതു നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളെ കൂടെ സമ്മതിക്കണ്ടേ അച്ഛാ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് 2 കൊല്ലമായി ബോംബെന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക ഞാൻ. അവിടെ പോയി അവളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് എപ്പോഴായിട്ടായിരുന്നല്ലേ അത്? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ, എന്നാ കണ്ടു. അവനെ തെക്കേ മുറി കിടക്കുന്നുണ്ട്. ഇവിടെ കാലമാടത്തെ കിടപ്പ് കണ്ടില്ലേ? എന്നാലും ഈ ഗോവിന്ദൻകുട്ടി നമ്മളറിയാതെ മായയ്ക്കൊരു ചക്കിലുണ്ടാക്കിയില്ലേ? അതും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സേതുമാധവനെ. ഈ വിവരം എന്റെ ശിവൻകുട്ടി അറിഞ്ഞ അവൻ അപ്പ ആത്മഹത്യ ചെയ്യും. അതൊരു നല്ല കാര്യ. കഴിയുന്ന നേരത്തെ അവനോടത് ചെയ്യാൻ പറ. വൃത്തക്കേട് പറയാതെ. ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാരോടും പറയാറുള്ളതാ. അമ്മയുടെ ഇളയ ആങ്ങളെയാണ്, അച്ഛന്റെ പിന്നാലെ അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന സേതുമാധവനെ മായെങ്ങാനും കല്യാണം കഴിച്ചാൽ അതോടെ മായയും മായയുടെ സകലമായും ഗോവിന്ദൻകുട്ടിയുടെ കയ്യിലാവേ. അയ്യോ, നേരാ. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ? അവനെന്താ ഈ വീട്ടിൽ കാര്യം? നിന്റെ കാര്യം പോക്കാ എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായയെ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനെ അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കാണെന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ. ഇവന്റെ 2 പല്ലിളകി, ചെവിക്ക് നീരും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻകുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദൻകുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ. അവള് വന്ന ഉടനെ ഞാൻ എന്റെ വിൽപത്രവും എഴുതും. വിശദമായിട്ട് ഇനിയൊന്നും എഴുതാനില്ല. ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ? അവളത് കെട്ടിപ്പൊളിഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോക്കോട്ടെ. അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു. അയ്യോ, എന്റെ അച്ഛൻ പോയേ. അച്ഛാ,
അതെ കൃത്യം 7 സെക്കൻഡോടെ മൂപ്പിൽ താഴത്തെത്തിയെന്ന് അളിയന്മാര് പറയുന്നത്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ആ കോവണി തീർപ്പ് ഒറ്റ തടിയില, അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. അതാ എനിക്ക് സങ്കടം. ഇത് കേട്ടാത്തൊന്നും മൂപ്പിൽ നേരുണ്ടാക്കിയത് ഒറ്റത്തടിയിലാണെന്ന്. മൂപ്പൊരു ഒറ്റത്തടിയാണ് സഹദേവ. അല്ല, ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോനെ. ചതിച്ചല്ലേ മക്കളൊന്നും മാറി. അല്ല ചേട്ടാ, കോവയ്ക്ക് എന്താ ഇവിടെ ബിസിനസ്? അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ. ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ. കരിപ്പൂർ എയർപോർട്ടില്ലേ, അതാ ഇതിന്റെയൊക്കെ തറവാട്. ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായെ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി. ആരാ നിന്റെ നാട്ടിലൊരു വാസുണ്ണി? ചെറിയമ്മയുടെ മോനാ. എന്തേ, അവനെന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിം ഡെഡ് ബോഡി. വാസുണ്ണി വെയിറ്റിംഗ് ഫോർ മായ. എന്റെ ഈശ്വര, എന്റെ മുത്തച്ഛൻ എന്ത് പറ്റി? മുത്തച്ഛൻ വിജയും ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായി. അതായത് മുത്തച്ഛൻ മരിച്ചു. അയ്യോ, എന്റെ മുത്തച്ഛൻ. എനിക്ക് മുത്തച്ഛനെ കാണണം. എനിക്ക് ഇപ്പൊ പോണം. നീ കിടന്ന് വെള്ളം വെക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം വടിയാവൂലേ. നമുക്ക് അങ്ങോട്ട് പോവാൻ ചെയ്യട്ടെ, ഉടനെ പോവാം. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവുന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാൻ പോരെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു, ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പൊരിയും. നമ്മൾ എങ്ങനെയാണെന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിൽ വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയും വാ, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവളില്ലാതെ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ? അത് ഞാൻ ഏറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഇയാൾ അന്റാർട്ടിക്ക വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് 3 പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും ഓൾക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛന് മരിക്കാൻ കണ്ടൊരു നേരം. പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചേച്ചി കരച്ചിലെടുത്ത് നമ്മളത് പറക്കിയായി. എടാ വാസുണ്ണി, എന്റെ 2 കാലും അവിടെ തന്നെ ഉണ്ടോടാ? കാലൊക്കെ അങ്ങോട്ട് വീർത്ത് നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അവിടെ എന്താടാ ഒരു ബഹളം കേൾക്കുന്നത്? അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ. വല്യച്ഛന്റെ പറമ്പിലെ മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വല്യമ്മാവൻ അച്ഛനോട് ചൂടായി. കഴിഞ്ഞ പ്രാവശ്യം അതിന് 2000 മാങ്ങ കിട്ടിയിത്രേ. എന്നിട്ട് ഏത് മാവാടാ മുറിക്കുന്നേ? അമ്മയുടെ പറമ്പിലെ ആ ഉണക്കമാവ്. മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും. അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ. മതി, നിർത്താ. ഞാനൊന്ന് വീണു എന്നും പറഞ്ഞു ഓരോരുത്തര്. നീ മായയ്ക്ക് ആരും അറിയാതെ കമ്പി അടിച്ചോടാ. അടിച്ചു മുത്തച്ഛ. മായ ചേച്ചി എന്തായാലും ഇങ്ങെത്തും. അതെന്താടാ നിനക്ക് അത്രയും ഉറപ്പ്? മുത്തച്ഛൻ മരിച്ചു ഞാൻ കമ്പി അടിച്ചേ.